എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു ഗാഥ, കാവ്യശിഖയിലെ മാധവിക്കുട്ടി ടീം അംഗമാണ്. രാവുണ്ണി മാഷ് നയിക്കുന്ന കാവ്യശിഖയുടെ സമാധാന സന്ദേശ ഉദ്യമമായ സമാധാന ജ്വാലയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അധ്യക്ഷനായി എത്തുന്ന ഇസ്മത്ത് ഹുസൈനെയും ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന രാധിക പുടിപ്പിരിയെയും നന്ദി പ്രകാശനത്തിനായി എത്തുന്ന ശ്രീ മഹേഷ് ഇരിഞ്ഞാലക്കുടയെയും സ്വാഗതം ചെയ്യുന്നു. ജൂൺ 17-ാം തീയതി നമ്മുടെ സച്ചിദാനന്ദൻ മാഷിൻ്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ഇപ്പോൾ 6ാം ഘട്ടത്തിലെ 36ാം പതിപ്പിലെത്തി നിൽക്കുന്നതുമായ നമ്മുടെ സ്വന്തം സമാധാന ജ്വാല വരുന്ന ഓഗസ്റ്റ് 15 വരെ ജ്വലിച്ചു നിൽക്കുന്നതാണ്. ഇവിടെ ഓരോ വരിയും ഓരോ സമാധാന ജ്വാലയാണ്. ഇരുൾ വിതറിയ ഈ ലോകത്ത് പ്രകാശം പകരാൻ കഴിയുന്നത് വാക്കുകളുടെ വെളിച്ചത്തിന് മാത്രമാണ്. അവധിയില്ലാത്ത യുദ്ധങ്ങൾ, നിലയ്ക്കാത്ത വെടിക്കെട്ടുകൾ, ചിരിച്ചുല്ലസിക്കേണ്ട കുട്ടികളുടെ കരച്ചിൽ, അവയെല്ലാം മറികടക്കാനാവുന്നത് ഒരു മാനുഷിക ശബ്ദം, ഒരു താളം നിറഞ്ഞ ഹൃദയം, അല്ലെങ്കിൽ ഒരു ചേർത്തുപിടിക്കൽ, അതിലൂടെ മാത്രമാണ്. യുദ്ധം അന്നും ഇന്നും എന്നും ഒരു പരാജയമാണ്. അതേതൊരു ജന്മഭൂമിക്കും നൽകുന്നത് ഒരു പിടിച്ച ചിതാഭസ്മം മാത്രമായിരിക്കും. അഭിപ്രായ ഭേദങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ വാതായനം തുറക്കാൻ, മനുഷ്യത്വത്തിന്റെ തൂവാല കൊണ്ട് തീപ്പൊള്ളൽ തണുപ്പിക്കാൻ കഴിയുന്നത് ഒരു കാവ്യത്തിനായിരിക്കും, അല്ലെങ്കിൽ ഒരു വാക്കുകളിനായിരിക്കും. ഇവിടെ വാക്കുകൾ ആയുധമല്ല. വാക്കുകൾക്കിവിടെ ആശ്വാസമാവാനും ആലിംഗനമാവാനും അഗ്നിജ്വാലയെ സമാധാന ദീപമാക്കി മാറ്റാനും കഴിയുന്നുണ്ട്. ഇന്നത്തെ ഓരോ കവിതയും, ഓരോ വാക്കുകളും, ഓരോ വരികളും യുദ്ധം ഉരിയാടുന്ന ഈ ലോകത്തേക്ക് സമാധാനത്തിന്റെ സൂര്യപ്രകാശം വാരി വിതറാൻ കഴിയട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട കാവ്യശിഖയിലെ സഹൃദയരെ, നിങ്ങൾക്ക് എൻ്റെ കൂപ്പുകയും. ജൂൺ 17-ാം തീയതി കേരളക്കരയിലെ പ്രഗത്ഭനായ കവിവര്യൻ സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കാവ്യശിഖയുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിനായ സമാധാന ജ്വാലയുടെ 6ാമത്തെ സെക്ഷനിൽ 36ാമത്തെ പതിപ്പാണ് മാധവിക്കുട്ടി ടീം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി സിന്ധു ഗാഥണ്ട്, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രശസ്ത കവയിത്രി രാധിക പടിപ്പുരുണ്ട്, നന്ദി പറയാൻ വേണ്ടി മഹേഷ് ഇരിഞ്ഞാലിക്കുട ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്ററാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രദേശത്ത് കവിത എഴുതാൻ വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും അത് ഒരു വലിയ വിജയമായി, ഒരു വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കാൻ കാണിച്ച അതിൻ്റെ സംഘാടക മികവിന് തീർച്ചയായിട്ടും നമ്മുടെ രാവുണ്ണി മാഷക്ക് ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട്. അതുപോലെ ഈ സമാധാന ജ്വാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് രാവുണ്ണി മാഷും ചാക്കോടി അന്തിക്കാടും കൂടിയാണ്. അവർ രണ്ടുപേരും ഈ കാവ്യശിഖയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവരെ ഓർത്തുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ, കാരണം യുദ്ധം, ലോകത്തിന് വേണ്ടത് യുദ്ധമല്ല സമാധാനവും ശാന്തിയുമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച കാവ്യശിഖയുടെ ഈ സമാധാന ജ്വാല എന്ന് പറയുന്ന ഈ പരിപാടി തീർച്ചയായിട്ടും കേരളത്തിലും മറ്റ് ലോകമെമ്പാടും ഇത് വളരെ വ്യാപകമായ ചർച്ചകൾക്ക് വിധേയമാവുകയും
ഇത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. കേരളത്തിൽ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കവിതകൾ എഴുതുകയും പ്രതികരിക്കുകയും യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ നടത്തിയാലും ലോകത്തെങ്ങനെയാണ് യുദ്ധം അവസാനിക്കുക, അല്ലെങ്കിൽ അതെന്ത് നേട്ടമാണ് ഉണ്ടാക്കുക എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായിട്ടും പറയാനുള്ളത് ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ത്യക്ക് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിച്ച സമരമാർഗങ്ങൾ എന്തായിരുന്നു? തീർച്ചയായിട്ടും നിസ്സഹകരണവും നിരാഹാരവും നിരാഹാരവും അതുപോലെ നിയമലംഘനവും ഒക്കെ കൊണ്ട് നിൽക്കക്കള്ളിയില്ലാത്ത രീതിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടെ നിന്ന് വിട്ടുപോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതേ പാരമ്പര്യം തന്നെയാണ് ശ്രീനാരായണ ഗുരുവും സാംസ്കാരിക നായകന്മാരുമൊക്കെ കേരളക്കരയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെയല്ല, സാംസ്കാരിക മൂല്യങ്ങളുടെ ഒരു വലിയ വിപ്ലവം സംഭവിച്ച ഉത്ബുദ്ധരായ ജനങ്ങളുടെ നാടാണ് കേരളം. അപ്പോൾ അവിടെ നിന്ന് എത്തിക്കുന്ന ഒരു വിപ്ലവ ജ്വാല, ഒരു സമാധാന ജ്വാല എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഉയർത്തിവിടുമ്പോൾ അത് ലോകം ഏറ്റെടുക്കുകയും എല്ലാ മാനസങ്ങളിലും ആ വിപ്ലവത്തിൻ്റെ ധ്വനി എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഈ കാവ്യശികയുടെ സമാധാന ജ്വാലയിലൂടെ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയിലൂടെ ഒരു വലിയ വിപ്ലവം എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും എനിക്കതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്, ഞാൻ ലക്ഷദ്വീപുകാരനായ ഒരു എഴുത്തുകാരനാണ്. എൻ്റെ ഉള്ളിലൊരു കവിയുണ്ടെന്നും ഞാനൊരു കവിത എഴുതേണ്ട ആളാണെന്നും തിരിച്ചറിഞ്ഞ് എന്നെ കാവ്യശികയിൽ ചേർത്തതിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ട്. ഞാനൊരു ദിവസം അതിരാവിലെ ഉറക്കമുണർന്ന് നടക്കാനിറങ്ങിയതായിരുന്നു. വഴിയിൽ വെച്ചൊരു ഫോൺ വരുന്നു എനിക്ക്. ഞാൻ ഫോണെടുത്ത് നോക്കിയപ്പോൾ എന്നോട് മറുപക്ഷത്തുനിന്ന് പറയുന്നത്, ഞാൻ രാവണ്യാണ്, കവിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് രാവണ്യ മാഷ ഞാൻ അങ്ങനെ കൂടുതലൊന്നും ആ സമയത്ത് വായിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നമ്മുടെ അജയ് നാരായണൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവണ്യ മാഷ് കവിയാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ്, അപ്പോൾ അദ്ദേഹം നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, ആ മാഷെ, അപ്പോൾ നിങ്ങളെ ഞാൻ കാവ്യശിക എന്ന് പറയുന്നൊരു കാവ്യ കൂട്ടായ്മ ഉണ്ട്, അതിൽ ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ചേർക്കും, നിങ്ങൾ കവിതകൾ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു കവി ഉണ്ടെന്നും ആ കവിയെ നിങ്ങൾ വളർത്തിയെടുക്കണമെന്നും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കവിതകളിലൂടെ നിങ്ങൾ കാവ്യശികയിൽ അടയാളപ്പെടുത്തണമെന്നും പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വല്ലാതെ സന്തോഷം അനുഭവിച്ചൊരു നിമിഷമായിരുന്നത്. കാരണം എന്നെ കേരളത്തിലുള്ളൊരു വലിയ മനുഷ്യൻ വിളിച്ചിട്ട് കവിത എഴുതണം, നിങ്ങൾ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ട്, ആ കൂട്ടായ്മയിൽ അംഗമാകണം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വലിയ സംഭവമായിരുന്നു എൻ്റെ എഴുത്ത് ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ആണ് പിന്നെ ഞാൻ രാവണ്യ മാഷയുടെ കവിതകൾ വായിക്കാൻ തുടങ്ങിയത്. വല്ലാത്ത ആഴമുള്ള കവിതകളാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എൻ്റെ ഉള്ളിലൊരു കവിയുണ്ടെന്നും നിങ്ങളൊരു കവിത എഴുതാൻ പറ്റിയ ആളാണെന്നും ആ കവിത്വം തിരിച്ചറിഞ്ഞ് എന്നെ ആ ഗ്രൂപ്പിൽ ചേർത്ത് ഒരു കവിയാക്കി തീർത്ത കാവ്യശികയ്ക്കും അതിൻ്റെ അമരക്കാരനായ രാവണ്യ മാഷ്ക്കും ഹൃദയത്തിൽ തട്ടുന്ന വിധം ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. ഞാൻ എഴുതുന്നത് കവിതയാണെന്നുള്ള ആത്മവിശ്വാസം തന്നെ എനിക്ക് തന്നത് കാവ്യശികയാണ്. തീർച്ചയായിട്ടും ആ കാവ്യശികയുടെ ഈ സമാധാന ജ്വാല തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ലക്ഷദ്വീപുകാർ തന്നെ വലിയ അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ദ്വീപ്, വിത്ര എന്ന് പറയുന്ന ഒരു ദ്വീപ്,
മിലിറ്ററിക്കാണെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലുള്ള അവിടെയുള്ള എല്ലാ ആളുകളെയും കുടിയൊഴിപ്പിച്ച് അവിടെ ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒരു വലിയ സമാധാന ജ്വാല എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം, അതായത് യുദ്ധമല്ല വേണ്ടതെന്നതിൻ്റെ ഒരു വലിയ സന്ദേശം നൽകുന്ന ഈ സംഭവത്തിന്, ഈ പരിപാടിക്ക് അധ്യക്ഷനായിരിക്കാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി പ്രശസ്ത കവയിത്രിയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയുമായ രാധിക പടിപ്പുരയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ രാധിക പടിപ്പുര. കേരളത്തിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, തൻ്റെ ചുറ്റുപാടുകളുമുള്ള കാര്യങ്ങളോട് സഹാനുഭൂതിയും കരുണയും പ്രതിബദ്ധതയുമുള്ള ഒരു കൂട്ടം എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് കാവ്യശിഖ. തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയോടും തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തോടും ഒരുപോലെ സഹവർത്തിക്കുകയും സംഭാഷണത്തിലേർപ്പെടുകയും ഒപ്പം അവരുടെ പ്രശ്നങ്ങളെ തങ്ങളുടേതായി കാണുകയും ചെയ്യുന്ന ഒരു കൂട്ടം കവികൾ. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധത്തിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് കവിതകളിലൂടെ യുദ്ധം ഒന്നിനും ഒരു അനിവാര്യതയല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണവർ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, ചരിത്രം സാക്ഷ്യമാണ്. എന്നിട്ടും ഇന്നും എല്ലാവരും പരസ്പരം പടപൊരുതുന്നു. അതിർത്തികളിൽ അവരന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നാക്രമിക്കപ്പെടുന്നു. കുരുന്നു ജീവനുകൾ എടുക്കുന്നു. സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ വിവേചനമില്ലാതെ ഓരോ ജീവനുകളും ഈ മണ്ണിൽ നിന്നും നിർദാക്ഷിണ്യം ഇല്ലാതാക്കുന്നു. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ചരിത്രം സാക്ഷിയാണ്. നടന്നിട്ടുള്ള ഒരു യുദ്ധങ്ങളും അതിൻ്റെ യഥാർത്ഥ വിജയത്തിലെത്തിയവയല്ല. നഷ്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ബാക്കിയാവുന്നത് കുറേയേറെ കണ്ണുനീരും ചുടുചോരയുമാണെന്ന് സത്യം അറിഞ്ഞിട്ടും മനുഷ്യരിന്നും എപ്പോഴൊക്കെയോ യുദ്ധം ചെയ്യുകയാണ്. ഈ പ്രവണതയ്ക്കെതിരെ തങ്ങളുടെ വരികളിലൂടെ സമൂഹത്തോട് സംവദിക്കുകയാണ് കാവ്യശിഖയിലെ കവികൾ. കാവ്യശിഖ യുദ്ധത്തിനെതിരെ നടത്തുന്ന ക്യാമ്പയിനാണ് സമാധാനജ്വാല. സമാധാനജ്വാലയുടെ 6ാം ഘട്ടത്തിലെ 36ാം പതിപ്പാണ് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ജൂൺ 17 ആരംഭിച്ച് ഓഗസ്റ്റ് 15 വരെ നീളുന്ന സമാധാനജ്വാല എന്ന ക്യാമ്പയിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷാണ്. കവികൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാവണമെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് അതിനായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയ കാവ്യശിഖയുടെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് ഈ ക്യാമ്പയിൻ സ്വാഗതം ആശംസിച്ച സിന്ധുഗാഥ, അധ്യക്ഷപദം അലങ്കരിച്ച ഇസ്മത്ത് ഹുസൈൻ, നന്ദി അറിയിക്കുന്ന മഹേഷ് ഇരിഞ്ഞാലക്കുട, ഏവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ഒപ്പം ഈ ക്യാമ്പയിൻ 36ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മുരുകൻ കാട്ടാക്കട മാഷിന്റെ 4 വരി കവിതയും. മണലു കരിഞ്ഞു പറക്കുന്നെന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു. മണലു കരിഞ്ഞു പറക്കുന്നെന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടി തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞൊരു അറബിക്കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞൊരറബിക്കഥയിലെ ബാഗ്ദാദ്.
കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പു കരഞ്ഞു. ആരവമില്ലാതവിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുക്കുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പു കരിഞ്ഞു. ആരവമില്ലാതവിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുക്കുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതി കൈമാത്രം. അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതി കൈമാത്രം. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ മഹേഷ് ഇരിഞ്ഞാലക്കുട. ലോകത്തിന് നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന, ഓരോ ജീവനും മരണം മാത്രം നൽകുന്ന യുദ്ധങ്ങൾ നമുക്ക് വേണ്ട എന്ന ആഹ്വാനത്തോടെ കാർഷിക നടത്തിയ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ഇപ്പോൾ 6ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് മാതൃക്കുട്ടി ടീമിൻ്റെ ദിനമാണ്. ഇത് ഒരു വൻ വിജയമാക്കി തീർത്ത എല്ലാ എഴുത്തുകാരോടും യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട രാവണി മാഷിനും കൺവീനർ ചാക്കോ മാഷിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് മാതൃക്കുട്ടി ദിനം ഉദ്ഘാടനം ചെയ്ത് ശ്രീമതി രാധിക പടിപ്പുരയാണ്. രാധിക പടിപ്പുരയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വാഗതം പറഞ്ഞ സിന്ധു ഗാഥയ്ക്കും അധ്യക്ഷനായ ഇസ്മത്ത് ഹുസൈനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.